അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് അഭൗതികമായ യുദ്ധത്തിൽ സഹായിക്കുന്നൊരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. عن نافع عن عبد الله بن عمر أن عمر بن الخطاب رضي الله عنه بعث جيشا وأمر عليهم رجلا يدعى سارية. قال فبينما عمر يخطب الناس يوما قال فجعل يصيح وهو على المنبر يا سارية الجبل يا سارية الجبل. قال فقدم رسول الجيش فسأله فقال يا أمير المؤمنين لقينا عدونا فهزمونا فإذا بصائح يصيح يا سارية الجبل فأسندنا ظهورنا بالجبل فهزمهم الله فقيل لعمر يعني بن الخطاب إنك كنت تصيح بذلك. വളരെ സുപ്രസിദ്ധമായ ചരിത്രം നമുക്ക് ചുരുക്കി മനസ്സിലാക്കാം. സ്വഹാബിയായ സാരിയത്ത് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ഇറാനിലെ നഹാവന്തിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ പുറകുഭാഗത്ത് നിന്ന് ശത്രു സൈന്യം മുസ്ലിമീങ്ങൾക്കെതിരെ ഒളിയുദ്ധം നടത്താനുള്ള പുറപ്പാടുമായി വന്നു. ആ സ്ഥലത്ത് നിന്ന് 1300 പരം കിലോമീറ്റർ ദൂരെയുള്ള മദീനയിൽ മിമ്പറിന് മുകളിൽ ഖുതുബ നിർവഹിക്കുകയായിരുന്ന സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാര്യം അറിയുന്നു. സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, ഓ സാരിയ, പർവ്വതം നോക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുക. ആ നിർദ്ദേശം കിലോമീറ്ററുകൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ മഹാനരായ സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുകയും അതനുസരിച്ചുള്ള നീക്കങ്ങൾ വരുത്തുകയും ചെയ്തു. ഈ ചരിത്ര മഹാസംഭവം റിപ്പോർട്ട് ചെയ്ത പണ്ഡിത പ്രമുഖരാരെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഫളാഇൽ സ്വഹാബ. 2, ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു താരീഖ് ത്വബരി. 3, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലാഇലുൻ നുബുവ. 4, ഹാഫിദ് ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു താരീഖ് ദിമിഷ്ക്. 5, ഹാഫിദ് ഇമാം അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു കറാമത്തുൽ ഔലിയ. 6, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. 7, ഹാഫിദ് ദഹബി താരീഖുൽ ഇസ്ലാം. 8, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അൽ ഇസ്വാബ ഫീ തംമീസ് സ്വഹാബ. 9, ഹാഫിദ് ഇബ്നു ഖുതൈബ റളിയല്ലാഹു അൻഹു ഗരീബുൽ ഹദീസ്. 10, ഹാഫിദ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉൽ ഹദീസ്. 11, ഹാഫിദ് ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു ഉസ്ദുൽ ഗാബ. 12, ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായ. 13, ഇമാം ഹാഫിദ് അബി അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാ അൽ അർബഈന ഫീ തസവ്വുഫ്. നിരവധി പേരടങ്ങിയ ലോക മഹാപണ്ഡിത നിര തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തു. എന്ന് മാത്രമല്ല, ഇത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയതാണെന്ന് ഇമാം സുബക്കി റഹിമഹുല്ലാ മുഈദുൻ നിആം എന്ന കിതാബിൽ രേഖപ്പെടുത്തി. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിധിയില്ലാതെ അവർക്ക് കൊടുക്കുന്നതാണ് എന്ന ഖുർആനിക സൂക്തം അർത്ഥവത്താകുകയാണ് ഈ സംഭവം. അതിന് സ്ഥലമോ ദൂരമോ ഒന്നും തന്നെ ഒരു തടസ്സമാകുന്നില്ല. മഹാനായ സാരിയത്ത് റളിയല്ലാഹു അൻഹുവിന് സഹായം ലഭിക്കേണ്ട കൃത്യസമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നുകൊണ്ട് നിർദ്ദേശം കൊടുത്ത് മുസ്ലിം സൈന്യത്തെ രക്ഷിക്കുന്നതാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ പുറമെ പുത്തൻവാദികളുടെ ഇഷ്ടതോഴനായ ഇബ്നു തൈമിയ അൽ ഫുർഖാൻ എന്ന ഗ്രന്ഥത്തിലും മേൽ പറയപ്പെട്ട സംഭവം രേഖപ്പെടുത്തി വെച്ചു. തൊട്ടതും പിടിച്ചതുമെല്ലാം ഷിർക്കിന്റെ ഗണത്തിൽപ്പെടുത്തിയ കേരളത്തിലെ പുത്തൻവാദികൾക്ക് ഈ സംഭവവും ഒരു വലിയ കീറാമുട്ടി തന്നെയാണ്. മേലെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർക്ക് പുറമെ കേരള വഹാബികളുടെ പണ്ഡിത സംഘടന കേരള ജമഅയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ അൽ വിലായത്തു വൽ കറാമ പേജ് 32 അവരുടെ ആദ്യകാല നേതാവ് KM മൗലവി ഈ സംഭവം പ്രബലമായ പരമ്പരയോടെ സ്ഥിരപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തി വയ്ക്കുക കൂടി ചെയ്തതോടുകൂടി ഇനി ഇത് തള്ളിക്കളയാൻ യാതൊരു നിർവാഹവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.